ഏറ്റവും കടുത്ത കടന്നാക്രമണങ്ങൾ നേരിടുന്ന സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. 2018 മഹാപ്രളയത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു. കാലപ്പഴക്കം വന്ന ചട്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് വാങ്ങുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ന്യായവുമാണ് അന്ന് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. ഇത് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഇരട്ട സമീപനമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. BJP നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഭരണത്തിലുള്ളത്. വിദേശ സംഭാവന സ്വീകരിക്കാൻ കേരളത്തിന് നിഷേധിച്ച അനുമതി മഹാരാഷ്ട്രക്ക് നൽകിയതോടെ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത് രാഷ്ട്രീയ വിവേചനവും ഇരട്ട നീതിയുമാണെന്ന കാര്യം വ്യക്തമാണ്. ഏറ്റവും വലിയ പ്രളയമുണ്ടായ 2018 സംസ്ഥാനത്ത് 20,000 കോടിയിൽ പരം രൂപയുടെ നാശനഷ്ടം ഉണ്ടാവുകയും 500ഓളം പേർ മരിക്കുകയും 15 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണി നേരിട്ടപ്പോൾ നാട്ടിലെ സർവ്വ മനുഷ്യരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. ദുരന്തത്തിന്റെ വൈപുല്യം പരിഗണിച്ച് വിദേശ മലയാളികളുടെ മുൻകൈയിൽ വിദേശത്തു നിന്ന് സഹായം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു. പുനർനിർമ്മാണ സഹായമായി UAE സർക്കാർ 700 കോടി രൂപ വാഗ്ദാനം ചെയ്തെങ്കിലും കേന്ദ്ര അനുമതി നൽകാതിരുന്നതിനാൽ കേരളത്തിന് സ്വീകരിക്കാനായില്ല. ഖത്തർ, മാലിദ്വീപ്, തായ്ലാന്റ് സർക്കാരുകളും സഹായ വാഗ്ദാനം നൽകിയെങ്കിലും വിദേശ സംഭാവന സ്വീകരിക്കാൻ കേന്ദ്രാനുമതി ലഭിച്ചില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും കേന്ദ്രം അംഗീകരിച്ചില്ല. സഹായം തേടി മന്ത്രിതല സംഘത്തിന്റെ വിദേശയാത്രയ്ക്കും അനുമതി നൽകിയില്ല. പ്രളയ സെസ് പിരിക്കാനുള്ള അനുമതി വാങ്ങാൻ GST കൗൺസിലുമായി കേരളത്തിന് 1 വർഷത്തോളം യുദ്ധം നടത്തേണ്ടി വന്നിട്ടുണ്ട്. BJP മുന്നണി ഭരണത്തിലുള്ള സംസ്ഥാനമായതുകൊണ്ടാണോ മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്രം ഈ സൗകര്യം നൽകിയതെന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരുകളുടെ ദുരിതാശ്വാസ ഫണ്ടുകൾ സാധാരണയായി ആഭ്യന്തര സംഭാവനകളിലാണ് പ്രവർത്തിക്കുന്നത്. ദുരിതാശ്വാസ നിധികൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ FCRA പ്രകാരം രജിസ്ട്രേഷൻ ആവശ്യമാണ്. വിദേശ സംഭാവനകൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം FCRA വഴിയാണ് വിദേശ സംഭാവനകളെ നിയന്ത്രിക്കുന്നത്. ഒരു അസോസിയേഷനോ NGO-കളോ വിദേശ സംഭാവന സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ 1976 ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 1976 നിയമം റദ്ദാക്കി 2010 പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു. 2020 ഇത് ഭേദഗതി ചെയ്തു. രജിസ്റ്റർ ചെയ്ത അസോസിയേഷനുകൾ സാമൂഹിക, വിദ്യാഭ്യാസ, മത, സാമ്പത്തിക, സാംസ്കാരിക പരിപാടികൾക്കായി വിദേശ സംഭാവനകൾ സ്വീകരിക്കാം. കോവിഡ് മഹാമാരിയിൽ ദുരിത സാഹചര്യങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായി 2020 മാർച്ചിൽ രൂപവൽക്കരിച്ച പ്രധാനമന്ത്രിയുടെ പൗരസഹായ ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ PM CARES ഫണ്ടിനെ FCRA വ്യവസ്ഥകളിൽ നിന്ന് ഒഴിവാക്കുകയും വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി പ്രത്യേക അക്കൗണ്ട് തുറക്കുകയും ചെയ്തിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, വലിയ അപകടങ്ങൾ, കലാപങ്ങൾ, ഭീകരാക്രമണങ്ങൾ എന്നീ സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്കോ വൈദ്യ വിദ്യാഭ്യാസ സഹായം ആവശ്യമുള്ളവർക്കോ സാമ്പത്തിക സഹായം നൽകുന്നതിനായി വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ സ്ഥാപനത്തിന് അനുമതി നൽകുന്നത് ഇതാദ്യമായാണ്. മഹാരാഷ്ട്രയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയ സാഹചര്യത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. കേരളം നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇതുപോലെ സഹായം ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ കൈകാര്യം ചെയ്തത് രാഷ്ട്രീയ വിവേചനത്തോടെയായിരുന്നു. ലോകമെമ്പാടും നിന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായം വാങ്ങാൻ അനുവദിച്ചില്ല. മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയ സാഹചര്യത്തിൽ ഭാവിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അപകടമുണ്ടായാൽ കേന്ദ്രം വിവേചനം തിരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ച അനുമതി സ്വാഗതാർഹമാണെന്നതിൽ സംശയമില്ല. കേരളത്തിന്റെ ധനമന്ത്രി പറഞ്ഞതുപോലെ ഇനി മറ്റു സംസ്ഥാനങ്ങൾക്കും സമാനമായ അനുമതി കിട്ടുമെന്ന് ശുഭപ്രതീക്ഷ പുലർത്താം.